അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു പ്രവാചക വചനം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊരു സംഭവം ഇപ്രകാരമാണ്. ഒരു സഹാബി വര്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരെ വന്നിട്ട്, പ്രവാചകരെ, അങ്ങ് എനിക്ക് ഉപദേശങ്ങൾ നൽകിയാലും എന്നാവശ്യപ്പെടുന്നുണ്ട്. നബി ഉടനെ തന്നെ മറുപടി പറഞ്ഞു, ലാ തഗ്ളബ്. വീണ്ടും അദ്ദേഹം ആ ചോദ്യങ്ങൾ 2ഉം 3ഉം പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. അപ്പോഴും നബി ലാ തഗ്ളബ്, ലാ തഗ്ളബ് എന്ന് ആവർത്തിച്ച് മറുപടി പറയുകയാണ് ചെയ്യുകയുണ്ടായത്. ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടായിരിക്കേണ്ടുന്ന വളരെ സുപ്രധാനമായൊരു സ്വഭാവ സവിശേഷ കാര്യമാണ് ക്ഷമ, സഹനം, വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നത്. കോപം ഒരിക്കലും നമ്മളിൽ നന്മ ഉണ്ടാക്കുകയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഉള്ള പ്രശ്നങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്യുകയല്ലാതെ ഒരു നേട്ടവും കോപം കൊണ്ടുണ്ടാവുകയില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങളാൽ പരീക്ഷിക്കപ്പെടേണ്ടി വരുന്ന ഘട്ടത്തിൽ നമുക്ക് ക്ഷമാവലംബികളാകാൻ കഴിയണം, സഹനമുള്ളവരായിത്തീരാൻ കഴിയണം. ജീവിതം സ്വച്ഛമാകും, പൂർണ്ണമാകും, സന്തോഷകരമായി തീരുകയും ചെയ്യും. ക്ഷമാവലംബികളായി, സൂക്ഷ്മലക്കളായി, പ്രവാചക മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന സൗഭാഗ്യശാലികളിൽ റബ്ബ് നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.